बाधकं किं प्रमाणम् इति शङ्कायाम् अंगत्वं न जातिः जातिवृत्तित्वात् इत्यनुमानेन अंगत्वस्य जातित्वं बाध्यते। तथा हि व्रीहिभिर्यजेत इति वाक्येन यागोद्देशेन व्रीहित्वविधानात् व्रीहित्वस्य यागांगत्वम् अवगम्यते। जातौ शक्ति स्वीकारात् न न अंगत्वं अंगे जाति अंगत्वं न जाति अस्तु सम्यगेव सत्यं 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 जातिमत्वेव बाधकं किन्तु अंगत्वं न जाति किल इदानीं पर्यवसितं किं किं पर्यवसितम् अंगत्वं न जातिरिति पर्यवसितं लभ्यते। जातिवृत्तित्वं जातिमत्वे बाधकम् इति सम्यक् परन्तु जाति जातेर् घटत्वस्य जातित्वेपि बाधकं घटत्वस्य जातित्वेपि बाधकं भवति। स्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। इयन्तु चतुर्थी सभा इदानीमत्र समाप्यते। अत्र विविधा चर्चा प्राचलत्। एतादृशी चर्चा परेषाम् अत्र आगतानां परस्परम् उपकाराय अभूदिति मन्ये। एकदिन चर्चया एतावन्मात्रं वक्तुं शक्यते। 2-3 दिनपर्यन्तं यदि चेत् विविध दीर्घा चर्चा कर्तुं शक्यते। तदपि अत्र कर्तुं गुरूणाम् अनुग्रहः इदानीं तु प्रार्थनीयाः अस्माभिः। अत्र ये अत्र समागताः तत्तद्विषये निष्णाताः तत्तद्देशेभ्यः आगताः इति अत्र आगत्य अत्र भागम् अकुर्वन्निति महानस्ति सन्तोषः। अस्माकमत्र एको मठः वर्तते शम्बरपुरे तृच्छम्बरपुरे। तत्रापि एका सभा आयोजनीया इति विचारः वर्तते। स विचारोऽपि भगवान् सफलीकरोतु इति प्रार्थये। पुनः अपि अत्र आगतानां पुरतः मम सन्तोषः आवेदयामि इत्युक्त्वा विरमामि। तदनन्तरं तु ये अत्र समागताः तेषां तु किञ्चित् प्रसादरूपेण पारितोषिकमपि अत्र वितरामः। तदपि स्वीकर्तुं सर्वे प्रार्थ्यन्ते। अत्र मध्यममठस्थापकस्य सुरेश्वराचार्यस्य नाम्नि एकः पुरस्कारः वर्तते। अस्मिन् वर्षे नारायणमहोदयाय वैयाकरणाय अत्र निश्चिता। तदपि अत्र वाचयित्वा समर्पयति। श्रीगुरुभ्यो नमः। स्वस्ति। श्रीमदनन्तशयनपुरवर्ति मध्यमाम्नाय मठीया श्री सुरेश्वराचार्य पुरस्कृतिः संस्कृत साहित्य व्याकरणादि शास्त्र निष्णातानां ब्रह्मश्री डॉक्टर E.N. नारायणन् महोदयानां पाण्डिती प्रकर्षमभिलक्ष्य सादरं समर्प्यमाणा बहुमति पत्रिका।
ബ്രഹ്മശ്രീ നേത്രൻ നമ്പൂതിരി മഹോദയാനാം ശ്രീദേവി മഹോദയാനാഞ്ച തനയാः ഇമേ കേരളേഷു തൃപ്പൂണിത്തുറദേശേ ഇളമ്പ്രക്കോട് മന ഇത്യാഖ്യേ ദ്വിജഗൃഹേ 1971 തമേ സംവത്സരേ ജനിമലഭന്ത പ്രാഥമിക വിദ്യാർജനാദനന്തരം കാനിചിത് ആധുനികശാസ്ത്രാണി ച അഭ്യസ്യ തതഃ സംസ്കൃതവിദ്യാം പ്രവിഷ്ടാः നാരായണൻ മഹോദയാः എറണാകുളം മഹാരാജകലാശാല കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത വിശ്വവിദ്യാലയः ഇത്യാദി സംസ്ഥാഭ്യः ക്രമേണ സമാർജിത MA MPhil ബിരുദാः PC മുരളീമാധവ മഹോദയാനാം മാർഗദർശനെ രസവിവേക ഇത്യസ്മിൻ അലങ്കാരഗ്രന്ഥേ ശോധകാര്യം വിധായ പ്രാപ്ത PhD ബിരുദാः തതഃ ചങ്ങനാശ്ശേരി SB കോളേജ് ഇത്യസ്യാം സംസ്ഥായാം സംസ്കൃതാധ്യാപകത്വേന ലബ്ധോദ്യോഗാः അദ്യപര്യന്തം സംസ്കൃതസേവാം നിർവർത്തയന്തോ വിരാജന്തെ. പ്രൊഫസർ കൃഷ്ണകുമാര മഹോദയാനാം നികटे യഥാസമ്പ്രദായം അധീതവ്യാകരണശാസ്ത്രാः ഇമേ കേരളേഷു അന്യത്ര ച പ്രവർത്തമാനാസു ശാസ്ത്രസഭാസു വാക്യാർത്ഥനിരൂപണേന പ്രകടിതവൈദുഷ്യാः ശൃംഗേരി ഗണപതിവാക്യാർത്ഥസഭായാം സുവർണാംഗുലീയകേന ജഗദ്ഗുരുഭിः പുരസ്കൃതാः പ്രാചീനശാസ്ത്രപരിരക്ഷണേ ബദ്ധാദരാः ഭവന്തി. ബാല്യ ഏവ കഥാകേള്യാദിശാസ്ത്രീയകലാസു ലബ്ധാഭ്യാസാസ്തത്രാദി പ്രയോഗപര്യന്തം വിജ്ഞാനം പ്രാപ്യ അനേകത്ര രംഗേഷു പ്രകടിതകലാവൈദഗ്ധ്യാः ബാഹുകഹൃദയം പശ്ചിമമാരുത മംഗളഗീതിരിത്യാദി സംസ്കൃതകാവ്യാനാം ഏവം അനേക സംസ്കൃത മലയാള പദ്യാനാം ച വിരചനേന സമാരാധിത സരസ്വതീതത്വാः ഇമേ പരിഭാഷേന്ദുശേഖരകാരികേതി ഏകസ്യാः ശാസ്ത്രകൃതേരപി പ്രണേതാരः സന്തः ഗൈർവാണീം വാണീം സംസേവമാനാः വിരാജന്തെ. ഇത്തം സ്വായത്തീകൃത ബഹുമുഖ പ്രതിഭാനാം പ്രവിഷ്ടാനേക വിദ്യാപദവീനാം പ്രകാശിതാനേക പ്രബന്ധാനാം ശ്രീമതാം നാരായണൻ മഹോദയാനാം കൃതേ ശ്രീശങ്കര ഭഗവത്പാദേഭ്യഃ സ്വീകൃത സന്യാസാശ്രമാണാം ത്രിശിവപുരസ്ഥ മധ്യമാംനായ മഠ കൂട്ടസ്ഥഭൂതാനാം ശ്രീമത് സുരേശ്വരാചാര്യവർയാണാം നാമ്നി പ്രദീയമാനാ ശ്രീ സുരേശ്വരാചാര്യ പുരസ്കൃതിഃ അനന്തശയനപുരേ മധ്യമാംനായ മഠേ ആയോജ്യമാനായാം ശ്രീ വില്ലുമംഗലസ്വാമി പാദ സ്മാരക ശാസ്ത്രാർത്ഥ വിദ്വത്സഭായാം പരമപൂജനീയൈഃ ശ്രീ പത്മനാഭ ചരണാരവിന്ദോപാസകൈഃ മധ്യമാംനായ മഠീയ പുഷ്പാഞ്ജലി സ്വാമിപാദൈഃ ശ്രീമദ് അച്യുത ഭാരതി ശ്രീചരണൈഃ സപരിതോഷം പ്രദീയത്തെ ഇതി ശം. ഇത്തം വിദുഷാം ആശ്രവഃ. ഇടമന വാസുദേവൻ നമ്പൂതിരി മധ്യമാംനായ മഠ ആയോജക അനന്തശയനപുരം. നമസ്കാരം. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വളരെ വൈകി സംസ്കൃത മേഖലയിലെത്തിയ ഒരു വ്യക്തിയാണ്. മറ്റ് ശാസ്ത്രങ്ങൾ അഭ്യസിച്ച് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം MAക്ക് ഞാൻ സംസ്കൃതം പഠിക്കുന്നതിലൂടെയാണ് ഞാൻ സംസ്കൃത മേഖലയിലേക്ക് എത്തുന്നത്. അടിസ്ഥാനം പോലും ഇല്ലാതെ വ്യാകരണാദി ഗ്രന്ഥങ്ങൾ ഒക്കെ പഠിക്കേണ്ടി വന്നപ്പോൾ മാഹേശ്വര സൂത്രങ്ങൾ പോലും വേണ്ട വിധം അറിയാത്ത, സ്കൂളിലൊക്കെ ലേശം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേണ്ട വിധം അറിയാത്ത ആ ഒരു ഘട്ടത്തിൽ എൻ്റെ അച്ഛൻ കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്ത് കോളേജിൽ വേണ്ട വ്യാകരണം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. അവിടെ നിന്നാണ് എനിക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു തരി തുടങ്ങി വയ്ക്കുന്നത്. പക്ഷേ അതൊരു സാമ്പ്രദായികമായ കോളേജ് വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അവസാനിച്ചു. അവിടെയുള്ള ഗുരുക്കന്മാരുണ്ട് എൻ്റെ, ആ ഗുരുക്കന്മാർക്ക് നമസ്കാരം. പിന്നീട് ഞാൻ ശങ്കരാചാര്യ സർവകലാശാലയിൽ MPhilഉം PhD ഒക്കെ ചെയ്യുന്ന രീതിയിൽ എൻ്റെ വിദ്യാഭ്യാസം ആ രീതിയിൽ തുടർന്നു. PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് കാലടി വരെ പോകുന്നത്. അപ്പോൾ കൃഷ്ണമാസാറൊക്കെ ആ സമയത്ത് ഒരുമിച്ചാണ് യാത്ര. PhD കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് സാമ്പ്രദായികമായ ഒരു പഠനം ഇല്ലാതെ സംസ്കൃതത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്നൊരു തോന്നൽ ഇങ്ങനെയോ വന്നു. ഞാൻ കൃഷ്ണമാസാറിനോട് ചോദിച്ചു, ഇനി
കൗമുദി പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. സാറ് ഏറ്റെടുത്തു. കുറെ കാലം സാറിനെ പഠിപ്പിച്ചു. ഞാൻ വേണ്ടത്ര പഠിച്ചു എന്ന് എനിക്കറിയില്ല. ആ ഒരു പഠനമാണ് എനിക്കൊരു സംസ്കാരം ഉണ്ടാക്കിയത് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ PhD പൂർത്തിയാക്കി. PhD പൂർത്തിയാക്കിയത് മുരളീമാധവൻ സാറിൻ്റെ കീഴിലാണ്. അതും എനിക്കൊരു നേട്ടമാണ്. ആ ഗുരുവിന് നമസ്കാരം. ശാസ്ത്രമാണ്, ശാസ്ത്ര പഠനമാണ് സംസ്കൃതത്തിൽ അതിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത് കൃഷ്ണകുമാർ സാറിൻ്റെ അടുത്തുള്ള ആ അഭ്യസനമാണ്. അദ്ദേഹം ഒരുപാട് കൊണ്ടുനടന്നുകൊണ്ട് തന്നെ കൗമുദി പരിഭാഷ, ഭാഷ്യത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ അദ്ദേഹം പഠിപ്പിച്ചു. പിന്നീട് ആ പഠനം മുഴുവനാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പഠിപ്പിച്ചതിൻ്റെ വഴിയിൽ നിന്നാണ്, അതല്ലാതെ അതിൻ്റെ അപ്പുറം കൂടുതൽ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഗുരുനാഥൻ്റെ മുമ്പിൽ എൻ്റെ നമസ്കാരം. പിന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും എനിക്ക് ഗുരുക്കന്മാരാണ്. പ്രായഭേദം എന്നെ. വ്യാകരണത്തിൽ തദധീതേ തദ്വേദ എന്ന സൂത്രമുണ്ട്. തദ്വേദ എന്നുള്ള അംശത്തിൽ ഒരു വൈയാകരണമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. നിരവധി ഗ്രന്ഥങ്ങൾ, നിരവധി വ്യാകരണ കാര്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ ഇപ്പോഴും കിടക്കുന്നു പഠിക്കാനായിട്ട്. പക്ഷേ എൻ്റെ അധ്യയനം എനിക്കാവുന്നത് പോലെ ജീവിതപ്രാരബ്ധങ്ങളുടെ ഇടയ്ക്കും ഉദ്യോഗത്തിൻ്റെ പ്രാരബ്ധത്തിൻ്റെ ഇടയ്ക്കും ഒക്കെ എനിക്ക് പറ്റുന്നതുപോലെ ഞാൻ കൊണ്ടു നടക്കുന്നു. മാത്രമല്ല, പലരുടെ അടുത്തുനിന്നും പല ഗ്രന്ഥങ്ങളും, മഹേശ്വരൻ പോലെയുള്ളവർ, ദേവൻ പോലെയുള്ളവർ, അങ്ങനെ പലരുടെയും ഒക്കെ പല ഗ്രന്ഥങ്ങളും ഒക്കെ കേൾക്കാനും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, വാസുദേവൻ സാറ് എന്നെ പഠിപ്പിച്ച വ്യക്തിയാണ്. മുക്താവലി എനിക്ക് ആദ്യം തുടങ്ങി വെച്ചത് വാസുദേവൻ സാറാണ്. രാജൻ മാഷ് നേരിട്ട് പഠിപ്പിച്ചില്ലെങ്കിൽ പോലും അതുപോലെ തന്നെയുള്ള ഒരു ഗുരുനാഥൻ തന്നെയാണ്. ഈ ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും മുമ്പിൽ മാത്രമല്ല, വളരെ ചെറുപ്പക്കാരായിട്ടുള്ള, വളരെ വിൽപ്പന്നരായിട്ടുള്ള വാസുദേവൻ, വൈഷ്ണവ്, പ്രദീപ്, ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് എൻ്റെ വൈദികമായൊരു കുടുംബം, ആ കുടുംബ പരമ്പരയിൽ നിന്ന് കിട്ടിയ ആ കാരണവന്മാരുടെ, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുരസ്കാരം താങ്ങാനുള്ള ശേഷി എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ ഇത് കണക്കാക്കുന്നു. പഠിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് ഇനി ഉണ്ടാവണം എന്ന് ഈശ്വരനോടും ഗുരുക്കന്മാരോടും എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട്, വിശിഷ്യ അച്യുതഭാരതി സ്വാമികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.